പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. ഞാൻ എന്നും എന്നെ തന്നെ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആളാണ്. ഇന്നും എനിക്ക് ഫുട്ബോളിൽ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിന് പുറകെ പോകും. ഞാൻ റൊണാൾഡോ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്ലീസ്, ഐ എം എ ബിഗ് ഫാൻ. ഇവനെ എന്തുകൊണ്ട് ഞാൻ നേരത്തെ മനസ്സിലാക്കില്ല? റൊണാൾഡോ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്ലീസ്, ഐ എം എ ബിഗ് ഫാൻ. എന്നെയും കൂട്ടണേ. ഇവനെയും കൂട്ടാം, ധനഞ്ജയനെയും കൂട്ടാം. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടി കൂട്ടുകാരൻ. ജെന്യൂൻ ചോദ്യം ചോദിച്ചോ, ഇത് റൊണാൾഡോ കാണാൻ സാധ്യതയുണ്ടോ? പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ലോ. അതിനിടയ്ക്ക് ആ ഗ്യാപ്പിലൂടെ എങ്ങനെ തിരികെ കയറി അവിടെ അത് എത്താൻ പറ്റും? നമുക്ക് നോക്കാം. എങ്ങനെ എത്തിക്കാം പ്ലീസ്? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. നമുക്ക് എനിക്ക് വേണ്ടി ഒന്ന് ചെയ്തു തരുമോ? ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും ഒന്ന് പോസ്റ്റ് ചെയ്യും. ഇതെന്തായാലും ഒന്ന് അയച്ചു കൊടുത്ത് ഞാൻ ഷെയർ ചെയ്യും പുള്ളിക്ക്. എടാ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ? എല്ലാ ടീമും റൊണാൾഡോന്റെ മെസ്സേജ് ബോക്സ് വഴി സ്പാം ചെയ്യണം. സ്പാം ചെയ്യണം. കാരണം മാധവ് സുരേഷിന് സ്നേഹമാണ്, ഇഷ്ടമാണ്, ആരാധനയാണ്. തീർച്ചയായിട്ടും. മിസ്റ്റർ ബ്രൂണോ, കം ക്ലോസർ. മണ്ടത്തരം പറയാതെ വെട്ടി അതിനൊക്കെ ധാരാളം സമയം എടുക്കില്ലേ? മാധവൻ എങ്ങനെയാണ് ഫുട്ബോൾ പ്ലെയർ അല്ലെങ്കിൽ ഫുട്ബോളിന് അത്ര ഇഷ്ടമാണോ? സത്യത്തിൽ തനിക്ക് നാടകം വല്ലതും അറിയാമോ? 2 തവണ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ ആയിരുന്നു മാഷെ, 1 തവണ കലാപ്രതിഭ. എന്റെ ജീവൻ എന്ന് വേണമെങ്കിൽ പറയാം ഫുട്ബോൾ. അതില്ലെങ്കിൽ ഞാനില്ല. അയ്യോ കഴിഞ്ഞില്ല ഇനി കൊറേ ഉണ്ട്. ചിരിച്ചിരി നമ്മൾ മണ്ണ് തപ്പും. ഭാവിയിൽ നമുക്ക് ഇന്ത്യൻ ടീമിന് അഭിമാനിക്കാവുന്ന ഒരു ഫുട്ബോളറിനെ പ്രതീക്ഷിക്കാമോ മാധവില്? മതി കുറെ നേരമല്ല തുടങ്ങിയിട്ട്. അവൻ പറയുന്നത് 2026 ഇന്ത്യ ലോകകപ്പ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ടീമിൽ ഒരു അംഗം ഞാനായിരിക്കും. ഒരു കയ്യബദ്ധം നാറ്റുകരുത് എന്ന് പറയുന്ന ആ ഒരു വലിയ സ്വപ്നം, അതാണ് എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുള്ളത്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. എന്ത് കോമാളിത്തരം കാണിക്കുമല്ലേ? ഇതൊക്കെ കോമാളിത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവുണ്ടെങ്കിലല്ലേ. എന്തിനാടാ കൊന്നിട്ട്? ഞാൻ കോമഡി ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാ കട്ട ബാസിൽ സംസാരിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ വളരാനോ? നീ പറയുന്നത് ശുദ്ധ മണ്ടത്തര, ഞാൻ പറയുന്നതിനേക്കാൾ വലിയ മണ്ടത്തരം. നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. ഞാൻ അസലായി അഭിനയിച്ചു അല്ലേ ബാലു? നീയാണ് വെറും തല്ലിപ്പൊളിയായി പോയത്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.